ഹൃദയമേ ഒഴുകുനി വെൺമേഘമാ പുലരിയിൽ വഴികളിൽ പ്രണയശലഭമാ തേന്നുകരും തൂമഞ്ഞിൻ തെളിനീരായി മിഴിയോരം പ്രിയമായൊഴുകുക ഹൃദയമേ ഒഴുകുനി വെൺമേഘമാ പുലരിയിൽ വഴികളിൽ പ്രണയശലഭമാ ഹൃദയമേ ഒഴുകുനി വെൺമേഘമാ പുലരിയിൽ വഴികളിൽ പ്രണയശലഭമാ ഹൃദയമേ ഒഴുകുനി വെൺമേഘമാ പുലരിയിൽ വഴികളിൽ പ്രണയശലഭമാ തേന്നുകരും തൂമഞ്ഞിൻ തെളിനീരായി മിഴിയോരം ഹൃദയമേ ഒഴുകുനി വെൺമേഘമാ പുലരിയിൽ വഴികളിൽ പ്രണയശലഭമാ പോയിട്ട് വരാമേ. മോളി ചേച്ചി, മോളി ചേച്ചി, ചേച്ചിയേ, ചേച്ചി, ഇവിടെ ആരും ഇല്ലയോ? മോളി ചേച്ചി, എന്നാ കടി കൊച്ചേ? ജോലി എന്ത് ചേച്ചി? അവള് രാവിലെ പോയല്ലോ മോനെ, എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു. എന്നാടി കാര്യം? അല്ല ചേച്ചി, എനിക്കിന്ന് ചെക്കപ്പ് ഡേറ്റ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ താമസിക്കും. വൈകിട്ട് മോളെ ഒന്ന് വിളിക്കാൻ. അയ്യോടാ, അതിനായിരുന്നോ? ജോലി ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ താമസിക്കുമല്ലോ. ഞാൻ വൈകുന്നേരം മോളെ വിളിച്ചോണ്ട് വരാം. നീ പോയിട്ട് വാ മോളെ. ചേച്ചി, അമ്മ എന്താ വരാത്ത? എന്റെ ബസ് ഇപ്പൊ പോയി കാണും. അമ്മ ഇപ്പൊ വരും കേട്ടോ. ഒത്തിരി താമസിച്ച്. നല്ല തിരക്ക് കാണും.
നീ ഇന്ന് മുതൽ അധികം പണിയൊന്നും എടുക്കണ്ട കേട്ടോ. ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. ആ അല്ലേലും ഇച്ചായന്റെ ഒരു കാര്യം ഒന്നും പറയണ്ട, എനിക്കിതൊക്കെ അറിയാം. അയ്യോ, നിന്നെ പറഞ്ഞിരിക്കാൻ ഞാനില്ല. എന്തായാലും ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞ കേട്ടാ മതി. ആ മോള് വന്ന് കാണും, ഇപ്പൊ പെട്ടെന്ന് പോ. ആ പോവല്ലേ. ചേച്ചി, ചേച്ചി. ഓ. അയ്യോ. മോളി ചേച്ചി, മോളി ചേച്ചി. ഇച്ചായ, ആ ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ആരും ഇല്ലയോ? ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയേ. ആ നിക്ക്. വിളിക്കുവാന്നോ? ആ വിളിക്കുവാ. അവര് വിളിക്കുന്നു, ഞാൻ എന്തോ പറയും. ഹലോ. ആ ചേച്ചി, ഞങ്ങളിവിടെ വന്നായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളുടെ വീട്ടിലുണ്ട്, നീ ഒന്ന് പെട്ടെന്ന് വാ ഇങ്ങോട്ട്. ഇവരിവിടെ ഉള്ളതല്ലേ? ഇവരിവിടെ ഉള്ളതല്ലേന്ന് 2 കൊല്ലമല്ലോ വന്നിട്ട്. എന്തോ കേട്ടോ പ്രശ്നം? ആ സിജു, നീ വന്നേ. എടി, മോളെ കാണുന്നില്ലടി. വൈകിട്ട് ഞാൻ വിളിക്കാൻ പറഞ്ഞതായിരുന്നു. കുഞ്ഞു എന്താ ചേച്ചി പറയുന്നേ? മോളെന്ത് ചേച്ചി? ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ മോളെ നോക്കണമെന്ന്. ഇച്ചായ, ഇച്ചായ നമ്മുടെ മോളെ കാണുന്നില്ല. ഇച്ചായ, ഇച്ചായ നമ്മുടെ മോളെ കാണുന്നില്ല. പോയി നോക്ക് ഇച്ചായ. ഇച്ചായ, അവളിപ്പോ വരും. ഇച്ചായ, ഇച്ചായ എന്റെ മോള്. ലേഖേ, മോളെ, ഇച്ചായ. ലേഖേ. എടാ, പിന്നെ നമ്മുടെ സണ്ണിച്ചിന്റെ റബ്ബർ പ്ലാന്റേഷൻ താമസിക്കുന്ന സിജു ഇല്ലേ, അവന്റെ കുഞ്ഞിനെ കാണാനില്ലെന്നൊരു ന്യൂസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എങ്ങനെയൊക്കെ ഷെയർ ചെയ്യാമോ അങ്ങനെയൊക്കെ മെസ്സേജ് ഷെയർ ചെയ്യാൻ പറയണല്ലോ അവരോട് കേട്ടോ. എല്ലാവർക്കും നമ്മൾ ഇവിടെ അടുത്ത് നോക്കാൻ പറയണം കാര്യമായിട്ട്. കഴിഞ്ഞ ദിവസം കാണാതായ ഇമ എന്ന 5 വയസ്സുകാരിയുടെ മൃതദേഹം 93 സൗത്ത് വാലിക്ക് സമീപമുള്ള നീലച്ചോലയിൽ നിന്ന് കണ്ടുകിട്ടി. സാർ, എങ്ങനെയാണ് ബോഡി ഇവിടെയുണ്ടെന്ന് കൃത്യമായി അറിഞ്ഞത്? പ്രതിയെ കണ്ടെത്തിയോ? കുട്ടി സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ കണ്ടായി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ അടുക്കിലേക്ക് അപ്പോൾ പരിചയമുള്ള ഒരു കാർ വന്നു. അവരോട് സംസാരിക്കുന്നതിനിടയിലാണ് പ്രതി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. കുട്ടിയെ കാണാതെ രാത്രിയിലും പ്രതി കുട്ടിയുടെ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ പ്രതിയിലേക്ക് പോലീസ് എത്താൻ സഹായിച്ചത് പ്രതി ഓടിച്ച വണ്ടിയുടെ ടാമാക്കാണ്. പ്രതി ഒരു മെക്കാനിക്കാണ്. അതെ, ഒരു 2 വീലർ മെക്കാനിക്കാണ്. ഇവിടെ ഒരു ഗ്രാമപ്രദേശം ആയത് കാരണം മെക്കാനിക്കുകൾ വളരെ കുറവാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്താൻ നാട്ടുകാരിലൊരാൾ കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞൊരു മൊഴി, അതും നമ്മളെ പ്രതിയിലേക്ക് എത്താൻ വളരെയധികം സഹായിച്ചു. എവിടെ വെച്ചാന്നറിയോ? ഒന്ന് ഓർക്കാമോ? ഈ സാമുവൽ എന്ന് പറയുന്ന ആള് പ്രതിയെ കണ്ടെന്ന് പറഞ്ഞ സ്ഥലം എവിടെ? സാറേ, അത് കിനാവളി എസ്റ്റേറ്റിലേക്കുള്ള വഴിയാ. പിന്നെ നീലച്ചോലയിലേക്കും പോവാം. വനമായതുകൊണ്ട് അങ്ങോട്ടാരും പോകാറില്ല. സാറേ, ആ വഴി അങ്ങോട്ട്.
സാറേ ഇവിടെ ഉണ്ട് എന്താ സാറേ? സിജു സാറേ, നീ സാറേ, അങ്ങോട്ട് കണ്ടോട്ടെ സാറേ. സിജു, സാറേ എന്നെ വിട് സാറേ, ഞാൻ കണ്ടോട്ടെ സാറേ. സിജു 93 സൗത്ത് വാലിക്ക് സമീപം തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടിയുടെ ശരീരത്ത് മാരകമായ മുറിവുകൾ സ്വകാര്യ ഭാഗത്തുൾപ്പെടെ എന്ന് സ്ഥിരീകരിച്ചു. പോലീസ് ഇൻസ്പെക്ടർ ഐസക് 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. സിജു ആ സാറേ, അവനെ വീട്ടിലോട്ട്. നിനക്ക് ഞാൻ ഒരു 10 മിനിറ്റ് സമയം തരും. തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കാം. ശരി സാർ. സാറേ ഇവനെ കൊണ്ട് പറ്റുമോ? താൻ എഴുത്. കൈതവനയ്ക്കപ്പുറമുള്ള പുഴക്കരയിൽ ആനയോ പന്നിയോ കുത്തിയ നിലയിൽ ഒരു ബോഡി പോലീസ് കണ്ടെത്തി. പഴക്കം ചെന്ന് വികൃതമായതിനാൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇമ കേസിലെ പ്രതിയുമായി രൂപസാദൃശ്യമുള്ളതിനാൽ അന്വേഷണത്തിനായി ബോഡി ഫോറൻസിക്കിന് കൈമാറി. ഡാ, നീ എന്റെ കുഞ്ഞിനെ അണ്ണ സ്ഥലമല്ല അണ്ണ. അണ്ണ ഞാൻ ഇവിടെ വിട്ട് എങ്ങോട്ടെങ്കിലും പോക്കോളാം. അണ്ണന്റെ സ്ഥലം ഇവിടെ വരത്തില്ല. എന്റെ കുഞ്ഞിനെ 5 വയസ്സല്ലേ ഉള്ളായിരുന്നോടാ. നീ എന്തിനാണോ ചെയ്തേ? അണ്ണ 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 വിടണ്ണ, ഞാൻ പൊക്കോളാം. പോലെ തളയ്ക്കും നായിന്റെ മക്കളാണ് ഈ നാടിന് ശാപം. അണ്ണ ഞാൻ ഇവിടെ എങ്ങോട്ടേലും പൊക്കോളാം. പറയുന്നത് കേൾക്കണം. പറയുന്നത് പറഞ്ഞോ മൈത്താടിയാ പൊക്കളാന്ന് തല്ലേ. കൊച്ചിനെ മാത്രമല്ല നിന്റെ ഭാര്യയും കളിക്കും, നിന്റെ അമ്മയും കളിക്കുക. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു.
ദി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 പരാമർശിക്കപ്പെട്ട നിയമത്തിലും ഉപനിയമത്തിലും ഒളിച്ചിരിക്കുന്ന പഴുതുകൾ തന്നെയാണ് കുറ്റവാളികൾ രക്ഷപ്പെടുവാൻ കാരണമാകുന്നത്. നിയമവും നിയമപാലകരും പലപ്പോഴും പ്രതികളെ സംരക്ഷിക്കുന്ന സമൂഹത്തിലെ നീചപ്രവർത്തനങ്ങൾക്കെതിരെ യുവതലമുറ ഉണരണം. സമൂഹം ഒന്നായി ഉണരണം. തലമുറകളെ ലഹരിയുടെ ഉപയോഗത്തിലൂടെ സൈക്കോ ക്രിമിനലുകൾ പെരുകുന്ന ഇടങ്ങളിൽ നമ്മൾ തന്നെ കാവലാളാകണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാടിന്റെ രക്ഷകരാകണം.